ഹേ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ നിമ്മി. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇപ്പം ഞാൻ എടുക്കുന്ന വീഡിയോ ക്ലിപ്സ് എല്ലാം ഉത്രാടത്തിൻ്റെ അന്ന് തലേന്നാണ് കേട്ടോ. അതായത് തിരുവോണത്തിൻ്റെ തലേന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഞാനിപ്പോൾ ചേച്ചിയുടെ വീട്ടിലാണ്, അതായത് ചേച്ചിയുടെ വീട്ടിലാണ്, ചേട്ടൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഈ പ്രാവശ്യമാണോ അവിടെയാണ് കേട്ടോ. അപ്പം എല്ലാവരും കൂടി അവിടെ കൂടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉത്രാടത്തിൻ്റെ തലേന്ന് നമ്മൾ പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് സെറ്റാക്കിയിട്ട് എല്ലാ പൂക്കളും റെഡിയാക്കി വെക്കുവാണ്. അതാണ് നിങ്ങളിപ്പോൾ. അതുപോലെ തന്നെ ഇവ അവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഡിന്നറായിട്ട് കഴിച്ചു. ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഇതേ പൂക്കളം ഇടാൻ വേണ്ടി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ജീജും ഞാനും ചേച്ചിയും ഇവും വെളിയമ്മയും വെല്ലിച്ചനും എല്ലാവരും കൂടി സെറ്റപ്പായിട്ട് പൂക്കളം ഇടാൻ പോവുകയാണ്. പൂക്കൾ കുറച്ച് അധികം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് പൂക്കൾ നല്ല സെറ്റായിട്ട്, അതായത് നല്ല പൊക്കത്തിൽ ഇടാൻ പറ്റി, അതായത് നമുക്ക് ഒരു തിക്നെസ്സിൽ ഇടാൻ പറ്റുമെന്ന് അറിയില്ല, അങ്ങനെ ഇടാൻ വേണ്ടി പറ്റി. പൂക്കൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ചേച്ചിയാണ് വരച്ചത്. പിന്നെ ഞാനും ചേച്ചി ഹെൽപ്പ് ചെയ്തു. ജീജുവും കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നിന്നു. അങ്ങനെ ശേഷം നമ്മൾ ഇങ്ങനെയുള്ളൊരു പൂക്കളം ഉണ്ടാക്കിയെടുത്തു. ഓക്കെ, നമുക്ക് നാളെ രാവിലെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ക്ലിപ്പിംഗ് ഞാൻ കാണിച്ചു തരാം. എന്തായാലും നൈറ്റ് ഞാൻ കുറേ നേരം ഇരുന്നില്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങാൻ പോയി. അപ്പോൾ ഇതുവരെയായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ എല്ലാം. അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ആൻഡ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. അപ്പോൾ ഗുഡ് മോർണിംഗ് ഓൾ. ഇപ്പോൾ ഇന്നാണ് തിരുവോണം, 26 ഓഗസ്റ്റ് വെനസ്ഡേ. ഓക്കെ, സോ ഗൈസ് എല്ലാവർക്കും തിരുവോണ ആശംസകൾ. ഇന്നലെ ഞാൻ കുറച്ച് വീഡിയോ ക്ലിപ്സ് എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും എനിക്ക് ആക്ച്വലി ഞാനൊരു ബോധത്തിലല്ല എടുത്തത്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഒരു 12 ഓക്കെ അപ്പോൾ ഞാൻ കിടന്നുറങ്ങി. പക്ഷെ ഒരു 2-3 മണിയായപ്പോഴാണ് ചേച്ചിയും ചേച്ചും വലിയമൊക്കെ ഉറങ്ങിയെന്ന് തോന്നുന്നു. കാരണം പൂക്കളം സെറ്റാക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കണി വയ്ക്കാൻ ഓണം കൊള്ളാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് സംഭവം സെറ്റാക്കുന്നത് തിരുവോണമാണ്. സോ സദ്യ കഴിക്കണം. ഇവ അപ്പുറത്ത് കളിക്കുകയാണ്. സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. വൺസ് അഗൈൻ ഹാപ്പി ഓണം. ഇത്ര ഉള്ളോ? എനിക്ക് ഇത്രയും പോരാ. എനിക്ക് പച്ച വേണം, നീല വേണം. അതെന്താ? സ്പെഷ്യൽ സദ്യ അപ്പോൾ സദ്യയൊക്കെ ഓൾമോസ്റ്റ് ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്ക് വിളമ്പുന്ന കാര്യങ്ങൾ ജീജ എല്ലാവർക്കും വിളമ്പി കൊടുക്കുമായിരുന്നു. എന്തായാലും സദ്യ അടിപൊളിയായിരുന്നു. എനിക്ക് പായസമൊക്കെ ഇഷ്ടപ്പെട്ടു. സേമിയ മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. സേമിയ ഉണ്ടായിരുന്നു, ഗോതമ്പുണ്ടായിരുന്നു, പിന്നെ അടിപൊളി എല്ലാ കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഓണം എങ്ങനെ ഉണ്ടായിരുന്നു, അടിച്ചു പൊളിച്ചോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ദെൻ നമ്മൾ ഓണത്തിന് സദ്യ കഴിച്ചിട്ടുള്ള ആ ഒരു പായസം കൂടിയാണ് എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നുന്നത്. ലൈക്ക് നമ്മൾ ഇലയിൽ പായസം ഒഴിച്ചിട്ട് അതിലേക്ക് പപ്പടം വെച്ച് കഴിക്കുന്നത് ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുടിക്കാൻ വേണ്ടി. നിങ്ങൾ എങ്ങനെയാണ് പായസം, എങ്ങനെയാണ് ലൈക്ക് ഇലയിൽ ഒഴിച്ച് പായസം കുടിക്കാൻ ഇഷ്ടമുള്ളവർ ആരൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും അടിപൊളി ആയിരുന്നു എല്ലാം. അങ്ങനെ നമ്മൾ സദ്യ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ഈവനിങ് ആയപ്പോൾ പാടത്ത് പോകാൻ വേണ്ടി പോവാണ് കേട്ടോ. സോ ഗൈസ് നമ്മളിപ്പോൾ പോകുന്നത് ഇവിടെ അടുത്തൊരു പാടമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഫോട്ടോസ് എടുക്കണം, റീല് പറ്റിയാൽ എടുക്കണം. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എൻ്റെ ഫ്രണ്ടിൽ അമ്മയും ഇവും ചേച്ചിയും നടക്കുവാണ്. ആൻഡ് യാ, നമുക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇപ്പോൾ കുറച്ചും കൂടി ലൈറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോ ഒരു വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ വീടാണ്, അതായത് ജീജുവിൻ്റെ വീടാണ്, പുത്തൻചിറയാണ്. ഭയങ്കര രസമാണ് ഇവിടെ കാണാൻ. ഒരു പാടവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു സ്ഥലമാണ്. നമ്മൾ ഇവിടെ വന്നാൽ ഇവിടെ പോകും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കാണാം. നമ്മൾ പോയപ്പോൾ നല്ല മഴക്കാറുണ്ടായിരുന്നു ഗൈസ്. പിന്നെ എനിക്കങ്ങനെ അതുപോലെ തന്നെ വീഡിയോസും ഫോട്ടോസും അതേപോലെ കിട്ടിയില്ല. ആക്ച്വലി നമ്മൾ റെഡിയാക്കിയിട്ടൊക്കെയാണ് പോയത്, അതായത് പുതിയ ചുരിദാറൊക്കെ ഇട്ടിട്ടാണ് പോയത്. ബട്ട് അവിടെ ചെന്നപ്പോൾ മഴ പെയ്തായിരുന്നു. കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷെ നല്ല രസമായിരുന്നു അവിടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.